രാജ്യത്തെ അമ്പരപ്പിച്ച വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണ പ്രവർത്തനം രണ്ടാം ഘട്ടത്തിലേക്ക് 9,560 കോടിയാണ് നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്നത്. 2028-ൽ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ തുറമുഖത്തിന്റെ അടുത്ത ഘട്ട വികസനമാണ് ഏവരും ഉറ്റുനോക്കുന്നത്. और गुजरात के लोगों को जब पता चलेगा कि इतना बढ़िया पोर्ट ये अदानी ने यहां केरल में बनाया है, ये गुजरात में 30 साल से पोर्ट पे काम कर रहे हैं, लेकिन अभी तक वहां उन्होंने ऐसा पोर्ट नहीं बनाया, तब उनको गुजरात के लोगों से गुस्सा सहन करने के लिए तैयार रहना पड़ेगा. തുറമുഖം സന്ദർശിച്ച ശേഷം പ്രധാനമന്ത്രി പറഞ്ഞ ഈ വാക്കുകളിലുണ്ട് വിഴിഞ്ഞത്തിന്റെ പ്രൗഢി. എന്നാൽ ഇതുവരെ കണ്ടതല്ല, അതുക്കും മേലെയാണ് വിഴിഞ്ഞത്തെ അടുത്ത ഘട്ട നിർമ്മാണ പ്രവൃത്തികൾ. 4 ഘട്ടങ്ങളിലായാണ് നിർമ്മാണം ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒന്നാം ഘട്ടം പൂർത്തിയായതോടെ അടുത്ത 3 ഘട്ട വികസനം ഒരുമിച്ച് സാധ്യമാക്കാനാണ് അദാനി പോർട്ട് ഉദ്ദേശിക്കുന്നത്. 2028 ഡിസംബറിൽ പൂർത്തിയാകും വിധമാണ് പ്രവർത്തനം. ഒന്നാം ഘട്ടം പൂർത്തിയായപ്പോൾ 5.93 ലക്ഷം കണ്ടെയ്നറാണ് കൈകാര്യം ചെയ്തത്. നിർമ്മാണഘട്ടം പൂർത്തിയാകുന്നതോടുകൂടി തുറമുഖത്തിന്റെ മിനിമം സ്ഥാപിത ശേഷി പ്രതിവർഷം 35 ലക്ഷം TEU ആയി വർദ്ധിക്കും. ബർത്തിന്റെ നീളം 2000 മീറ്റർ ആകുമ്പോൾ പുലിമുട്ടിന്റെ നീളം 4000-ഓടടുക്കും. കണ്ടെയ്നർ സംഭരണ യാർഡിന്റെ വിപുലീകരണം, 1220 മീറ്റർ നീളമുള്ള മൾട്ടിപർപ്പസ് ബർത്തുകൾ, ബ്രേക്ക് വാട്ടറിനോടനുബന്ധിച്ച് 250 മീറ്റർ നീളമുള്ള ലിക്വിഡ് ബർത്തുകൾ, ലിക്വിഡ് കാർഗോ സംഭരണ സൗകര്യം എന്നിവ കൂട്ടിച്ചേർക്കും. ഇതിന്റെ വികസനത്തിനായി 77.17 ഹെക്ടർ ഭൂമിയാണ് ആവശ്യമായി വരുന്നത്. ഡ്രഡ്ജിങ്ങിലൂടെ കടൽ നികത്തിയാകും ഇത് കണ്ടെത്തുക. വെല്ലുവിളികളെ അതിജീവിച്ചാണ് കരമാർഗമുള്ള ചരക്ക് നീക്കത്തിലേക്ക് തുറമുഖം കടക്കുന്നത്. ഈ വർഷം അവസാനം റോഡ് മുഖേനയുള്ള ചരക്ക് നീക്കം ഭാഗികമായി ആരംഭിക്കും. ഇതിനായി ദേശീയപാതയുമായി ബന്ധിപ്പിക്കുന്ന 2 കിലോമീറ്റർ നീളമുള്ള അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. 600 മീറ്റർ റോഡിന്റെ നിർമ്മാണം ഇതിനകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തുറമുഖത്തേക്കുള്ള ഭൂഗർഭ റെയിൽപാതയുടെ നിർമ്മാണം ആരംഭിക്കേണ്ടതുണ്ട്. 10.7 കിലോമീറ്ററാണ് ഈ റെയിൽപാതയുടെ നീളം. 9.02 കിലോമീറ്റർ ദൂരവും ടണലിലൂടെയാകും കടന്നു പോകുക. പദ്ധതിക്ക് റെയിൽവേ അംഗീകാരം നൽകിയിട്ടുണ്ട്. കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിനാണ് നിർമ്മാണ ചുമതല. ഇതിനു പുറമെ അനുബന്ധ വികസന പ്രവർത്തനങ്ങളും തൊഴിൽ സാധ്യതയുമുണ്ട്. എല്ലാം ഒത്തുചേരുമ്പോൾ വിഴിഞ്ഞം വേറെ ലെവലാവും. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.